ട്രാൻസ്പോർട്ട് കമ്മീഷണർ നിർദ്ദേശപ്രകാരം ആദ്യം തന്നെ ഇതിന്റെ രജിസ്ട്രേഷൻ സസ്പെൻഡ് ഒരു സെക്കൻഡ് അല്ലേ വിനിപ്പോ ഗതാഗത കെ വി ഗണേഷ് കുമാർ മാധ്യമങ്ങളിൽ അതും സസ്പെൻഡ് ചെയ്യും നമ്മൾ. അതുകൂടാതെ രജിസ്ട്രേഷൻ റദ്ദാക്കും. വണ്ടിയുടെ രജിസ്ട്രേഷൻ കണ്ണൂരുള്ള ഒരാളുടെ പേരിലാണ്. ആ ഉടമസ്ഥൻ നോട്ടീസ് കൊടുത്തു കഴിഞ്ഞു. ഈ മദ്യപിച്ചിരിക്കാൻ രണ്ടുപേർക്കും പോലീസ് കസ്റ്റഡിയിലേക്ക് നോട്ടീസ് ഇപ്പോൾ കൊടുക്കാൻ പറ്റില്ല. എന്നാലും അവരുടെ ലൈസൻസ് റദ്ദാക്കും. ആദ്യഘട്ടമായിട്ട് അവരുടെ ഈ വണ്ടിയുടെ രജിസ്ട്രേഷൻ സസ്പെൻഡ് ചെയ്യും. അതിനുള്ള നടപടി ഇന്ന് തന്നെ എടുക്കും. തുടർന്ന് രജിസ്ട്രേഷൻ റദ്ദാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഇത് വളരെ ഒരു കരുതിക്കൂട്ടിയുള്ള തെറ്റെന്ന് തന്നെ പറയാൻ പറ്റും. നരഹത്യയാണ്. കാരണം ഇത് അടച്ചു വെച്ചിരുന്ന ബ്ലോക്ക് ചെയ്ത് വെച്ചിരുന്ന റോഡ് ബ്ലോക്ക് ചെയ്ത് വെച്ചിരുന്ന സ്ഥലത്ത് ബാരിക്കേഡ് തകർത്തുകൊണ്ടാണ് ഈ മദ്യപിച്ച വ്യക്തി വണ്ടി ഓടിച്ച് അതിൽ കയറുന്നത്. അവിടെ കിടന്നുറങ്ങുന്നവരുടെ പുറത്തൂടെ, ഉറങ്ങിക്കിടന്നവരുടെ പുറത്തൂടെ, 2 പിഞ്ചു കുഞ്ഞുങ്ങളടക്കം അവരുടെ പുറത്തൂടെയാണ് വണ്ടി കയറി ഇറങ്ങിപ്പോയിരിക്കുന്നത്. അതുമാത്രമല്ല, ഇത്തരത്തിലുള്ള ഒരു പരിശോധന ട്രാൻസ്പോർട്ട് കമ്മീഷണർ കഴിഞ്ഞ ആഴ്ച തന്നെ ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. തൃശ്ശൂർ, പാലക്കാട് ആ ഭാഗങ്ങളിലുള്ള ലൈൻ ട്രാഫിക് ലംഘനത്തെയും അതുപോലെ ഇത്തരത്തിൽ മദ്യവെച്ചുള്ള യാത്രകളെയും രാത്രികാലങ്ങളിൽ പരിശോധിക്കാൻ ഒരു തീരുമാനം ട്രാൻസ്പോർട്ട് കമ്മീഷൻ എടുത്തിരുന്നു. അത് ഈ അടുത്ത ആഴ്ചയോടെ അത് ഒരു വലിയ ഡ്രൈവായി വരും. നൈറ്റ് രാത്രിയിലൊരു പരിശോധന. വളരെ ഈ ട്രക്കുകൾ, തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ട്രക്കുകളും ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന ട്രക്കുകളെല്ലാം മദ്യവെച്ച് വണ്ടി ഓടിക്കുന്നതായിട്ടും അതുപോലെ ലൈൻ ട്രാഫിക് ലംഘിച്ച് അശ്രദ്ധമായി വണ്ടി ഓടിക്കുന്ന കാണുന്നുണ്ട്. നൈറ്റ് ഒരു എൻഫോഴ്സ്മെന്റ് പരിപാടി ആലോചിക്കുന്നുണ്ട്. അത് തീരുമാനം എടുത്തിട്ടുണ്ട്. അത് ഈ ആഴ്ചയിൽ തുടങ്ങും. അടുത്ത ആഴ്ചയിൽ എന്തായാലും തുടങ്ങും. ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഇത് നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നതാണ്. പക്ഷേ ഇത് ദൗർഭാഗ്യകരമായ സംഭവമാണ്. ഇത് ഡീവിയേഷൻ മറികടന്ന് കയറി അവരെ പുറത്തൂടെ കയറിയതിന് ശേഷം വണ്ടി പിന്നെ 600 മീറ്റർ അകലെ വെച്ച് തൃപ്രയാർ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഉത്സവം ഉള്ളതുകൊണ്ട് ഒരുപാട് ജനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അവരാണ് ഈ വണ്ടി തടഞ്ഞു നിർത്തിയത്. അല്ലെങ്കിൽ വണ്ടി ഒരുപക്ഷെ നിർത്താതെ വിട്ടുപോകുമായിരുന്നു. അതായിരുന്നു ഈ ഡ്രൈവറുടെ പ്ലാൻ. ഒരു 600 മീറ്റർ അപ്പുറത്ത് വെച്ച് വണ്ടി തടയുകയും അവരാണ് കണ്ടത് ഈ ക്ലീനറാണ് വണ്ടി ഓടിച്ചതെന്ന്, ഡ്രൈവറല്ല, ക്ലീനറാണ് വണ്ടി ഓടിച്ചതെന്നുള്ള അവർ ദൃക്സാക്ഷികളുണ്ടായിരുന്നു. വണ്ടി തടഞ്ഞു നിർത്തിയവരെയാണ് അത് കണ്ടുപിടിച്ചത്. ഇയാളുടെ ഉദ്ദേശം വിട്ടുപോകുക എന്നുള്ളതായിരുന്നു തോന്നുന്നു. ഏതായാലും നാട്ടുകാരത് പിടിച്ചു നിർത്തി. വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണ്. ഇക്കാര്യത്തിൽ മോട്ടോർ വാഹന വകുപ്പ് കർശനമായ നിലപാടെടുക്കും. ഇപ്പൊ തന്നെ RC ബുക്ക് സസ്പെൻഡ് ചെയ്യുന്നുണ്ട്, രജിസ്ട്രേഷൻ, അതുപോലെ ലൈസൻസ് പോവും, പിന്നെ പെർമിറ്റും പോവും. RC ബുക്ക് നമ്മൾ പിന്നെ ലൈസൻസ്, രജിസ്ട്രേഷൻ പരിപൂർണമായിട്ട് റദ്ദാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വളരെ അശ്രദ്ധമായൊരു നടപടിയാണത്. വളരെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്തരത്തിൽ റോഡിന്റെ ഭാഗങ്ങളിൽ കിടന്നുറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷൻ തന്നെ പോലീസിനൊരു കത്ത് നൽകുന്നുണ്ട്. ഇത്തരത്തിൽ റോഡ് സൈഡിൽ എവിടെയെങ്കിലും ആളുകൾ കിടക്കുന്നുണ്ടെങ്കിൽ അവരെ മാറണം. 2 ദിവസം എനിക്കറിയാം, ഞങ്ങൾ അറിയാൻ കഴിഞ്ഞത് പ്രാഥമിക അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞ പോലീസ് സ്ഥലത്തെ SI 2 ദിവസം കൂടെ ഇവിടുന്ന് മാറണം, അവിടെ കിടക്കാൻ പാടില്ല എന്ന് പറഞ്ഞു എന്നാണ് പറഞ്ഞത്. ഇത് പക്ഷെ വണ്ടി ചെന്ന് കയറിയത് അശ്രദ്ധമായിട്ടാണ്. ഡിവൈഡർ തകർത്താണ് പോയിരിക്കുന്നത്. ബ്ലോക്ക് ചെയ്തിരുന്ന സ്ഥലത്താണ് അവർ കിടന്നത്. പക്ഷെ റോഡിൽ കിടക്കാൻ പാടില്ല. നമുക്കറിയാം, ഇപ്പോൾ ഈ നാട്ടിൽ കുറുവാ സംഘമൊക്കെ വന്നിട്ട് ചില പ്രശ്നങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് ഇത്തരത്തിൽ ആളുകൾ വന്ന ഓരോ സ്ഥലത്ത് തമ്പടിക്കുന്നതിനെതിരെ പോലീസ് ആക്ഷൻ എടുക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പോലും പോലീസ് ഒരു ആക്ഷൻ എന്നുള്ള നിലയിൽ 2 ദിവസം മുമ്പേ പോലീസ് ഇവരോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് എത്തിയ പോലീസിൽ നിന്നുള്ള റിപ്പോർട്ട്. പക്ഷെ അവർ മാറിയില്ല. അത് ദൗർഭാഗ്യകരമാണ്. എന്നാൽ പോലും ഇത് അശ്രദ്ധമായ ഡ്രൈവിംഗ് തന്നെയാണ്. ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. ഡ്രൈവറുടെ പേരിൽ നടപടിയെടുക്കും. പിന്നെ ഓടിച്ചിരുന്ന ആളുടെ പേരിൽ ലൈസൻസ് ഇല്ലാത്ത ആളാണെങ്കിലും ഏറ്റവും വലിയ ചാർജ് ഇട്ട് കേസെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ വണ്ടിയും ഇത്രയും കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുന്ന, കാരണം നിയമപരമായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യും. പിന്നെ അവർക്ക് എന്തെങ്കിലും ഒരു സഹായം കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് എന്താണ് അവർക്ക് ചെയ്യാൻ പറ്റുന്ന സഹായമെന്ന് മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിച്ചിട്ട് അത് മന്ത്രിസഭാ യോഗത്തിൽ മാത്രമേ തീരുമാനിക്കാൻ കഴിയണം. മോട്ടോർ വാഹന വകുപ്പിന് അത്തരത്തിൽ ഒരു സഹായം ചെയ്യാനുള്ള വകുപ്പില്ല. അതുകൊണ്ട് മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് മന്ത്രിസഭാ യോഗത്തിൽ പരിഗണിച്ചതിന് ശേഷം തീർച്ചയായിട്ടും അവർക്കൊരു സഹായം ചെയ്യുന്ന കാര്യം നമ്മൾ നടപ്പിൽ വരുത്തും. ഈ വാഹനം ഓവർ സ്പീഡായിരുന്നു, അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ക്യാമറകളിൽ കിട്ടുകയോ അങ്ങനെ എന്തെങ്കിലും റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടുണ്ടോ? ഈ വാഹനവുമായി ബന്ധപ്പെട്ട് കണ്ടവരെല്ലാം പറയുന്നത് റൂട്ട് മൊത്തം നമ്മൾ ക്യാമറ എക്സാമിൻ ചെയ്യുന്നുണ്ട്. അതെ, എല്ലാ റൂട്ടിലും ക്യാമറ പരിശോധിക്കുന്നത്. അതുകൂടെ ദൃക്സാക്ഷികൾ പറയുന്ന വണ്ടി ആദ്യം തന്നെ മദ്യപിച്ച നിലയിലാണ് വണ്ടി ഓടിച്ചിരുന്നത്. ഒരു റാഷ് ഡ്രൈവിംഗ്, ഡ്രങ്കൻ ഡ്രൈവറാണ് മൊത്തം. തുടക്കത്തിൽ തന്നെ അവർ മദ്യപിച്ചാണ് വണ്ടി ഓടിക്കുന്നത്. 2 പേരും ആരാണ് മാറി ഓടിച്ചത്? ക്യാമറ എല്ലാം പരിശോധിക്കുന്നുണ്ട്. ഇവരെ കണ്ട ആളുകൾ, വണ്ടി കടന്നുപോയ ആളുകൾ പറയുന്നത് ഈ വണ്ടി മദ്യപിച്ച് തന്നെയാണ് തുടക്കം തൊട്ടേ ഒരു വളരെ റാഷായിട്ടാണ് വണ്ടി ഓടിച്ച് വന്നതെന്ന് പറയുന്നത്.
സാർ പറയുന്ന രാത്രി പരിശോധനയ്ക്ക് വേണ്ട ഉദ്യോഗസ്ഥരുടെ എണ്ണം ഉണ്ടോ നമുക്ക്? ഉള്ള ഉദ്യോഗസ്ഥരെ വെച്ച് DC ഒരു ഓപ്പറേഷൻ നടത്തും. കാരണം അത് നമ്മൾ എല്ലാ സ്ഥലത്തും വിട്ടില്ല. എൻഫോഴ്സ്മെന്റിലെ ഉദ്യോഗസ്ഥന്മാരെയാണ് കൂടുതൽ ഇപ്പോൾ നമ്മൾ വിട്ടത്. പക്ഷേ ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാരുണ്ട്, അവരെയും കൂടി ചോദിച്ചൊരു രാത്രി പരിശോധന TCയുടെ നേതൃത്വത്തിൽ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ അവൈലബിൾ, പകല ഓഫീസ് ഉണ്ടെങ്കിലും അവരെ സ്പെഷ്യൽ ഡ്യൂട്ടി ആയിട്ട് രാത്രിയിൽ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. രാത്രി കാലങ്ങളിലാണ് നമ്മൾ ഈ ഹൈവേയിൽ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നത്. പിന്നെ ഈ ലൈൻ ട്രാഫിക് പാലിക്കുന്നില്ല. ഇപ്പം നമ്മൾ വെറുതെ ഒരു ഈ ലൈനുള്ള ഇപ്പം 4 വരി പാത അല്ലാത്തൊരു സ്ഥലത്ത് കണക്കെടുക്കും. നിങ്ങൾ തന്നെ ഇവിടുന്ന് കൊട്ടാരക്കര ഭാഗത്തേക്ക് MC റോഡിൽ യാത്ര ചെയ്യണം. രാത്രി പോയി കഴിഞ്ഞാൽ, രാത്രി എന്നില്ല പകലെന്നില്ല, എല്ലാവരും നടുവിലുള്ള, ഞങ്ങൾ ഇന്നലെ ഒരു ഡിസ്കഷൻ വളരെ സീരിയസ് ആയിട്ട് ഇവിടെ നടത്തിയതാണ്. ട്രാൻസ്പോർട്ട് കമ്മീഷനും എല്ലാവരും കൂടി ചേർന്ന് ഞങ്ങളൊരു ആലോചന നടത്തി. കാരണം എന്ന് വെച്ചാൽ ഈ എല്ലാ വണ്ടികളും, റോഡ് സേഫ്റ്റി അതോറിറ്റി കമ്മീഷണറും ഉണ്ടായിരുന്നു. ഞങ്ങളിത് സംസാരിച്ച പ്രധാന കാര്യം എന്ന് വെച്ചാൽ ഈ ലൈൻ ലംഘിച്ചുകൊണ്ട് നമ്മളിവിടുന്ന് MC റോഡിൽ കൂടെ പോയാൽ തന്നെയും 2 വരിയേ ഉള്ളെങ്കിലും ആ റോഡ് എല്ലാ വണ്ടിയും ഈ ലൈൻ ക്രോസ് ചെയ്ത് വരികയാണ് റൈറ്റ് സൈഡിലേക്ക്. പല വണ്ടികളും വണ്ടിയുടെ വലതുവശത്തെ വീല് ലൈനിൽ പിടിച്ചാണ് പോകുന്നത്. അപ്പം ട്രാൻസ്പോർട്ട് കമ്മീഷൻ തന്നെ പറഞ്ഞൊരു പോലീസിലെ ഡ്രൈവർ അദ്ദേഹത്തോട് പണ്ട് പറഞ്ഞു, സാർ ഇങ്ങനെയാണ് സിനിമയിലൊക്കെ ഇങ്ങനെയാണ് കണ്ടിട്ടുള്ളത്, ഈ വരയിൽ കൂടെ പോകണമെന്നാണ്. ഈ വര മുറിച്ച് കിടക്കരുതെന്നുള്ളതല്ല അവരത്. അത് എല്ലാവരും ഈ 2 ലൈൻ വരച്ചിട്ടുണ്ട് പല സ്ഥലത്ത്. 2 ലൈൻ ക്രോസ് ചെയ്യാൻ പാടില്ലെന്നാണ്. ആ 2 ലൈനും ക്രോസ് ചെയ്തിട്ട് സിംഗിൾ ലൈൻ വരച്ചതും ക്രോസ് ചെയ്യാൻ പാടില്ല. അതെല്ലാം ക്രോസ് ചെയ്തുകൊണ്ട് നമ്മൾ ഏത് ട്രെയിനിങ്ങിലൂടെ നിങ്ങൾക്ക് പരിശോധിക്കാം, ഇത്തരത്തിൽ കയറി വരാം. അപ്പോൾ ഞങ്ങളൊരു പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്, മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാർ അവരുടെ സ്വന്തം കാറിലോ അല്ലെങ്കിൽ അവരുടെ ഒഫീഷ്യൽ വണ്ടിയിലോ ഒരു ഡാഷ് ക്യാമറ വയ്ക്കാൻ പോകണം. ആ ഡാഷ് ക്യാമറ ഉപയോഗിച്ച് ഓപ്പോസിറ്റായിട്ട് വരുന്ന ആൾ ഈ ലൈൻ ട്രാഫിക് ലംഘിച്ച് വലത്തുവശം കയറി വരുമല്ലോ, റോങ് സൈഡിലേക്ക് കയറി വരുന്നുണ്ട്, ലൈനിലേക്ക് കയറുന്നുണ്ടെങ്കിൽ അത് വീഡിയോ എടുത്തതിന് ശേഷം അവർക്ക് ഫൈൻ അയച്ചു കൊടുക്കാനുള്ള ഒരു തീരുമാനം ഇന്നലെ ഞങ്ങൾ ഉച്ചയ്ക്ക് എടുത്തിരുന്നു. കാരണം വളരെ ഫാസ്റ്റായിട്ട്, പ്രത്യേകിച്ച് ശബരിമല സീസൺ ആയി കഴിയുമ്പോൾ നമ്മൾ വളരെ സാധാരണ കൊട്ടാരക്കര, തിരുവനന്തപുരം, പത്തനംതിട്ട ആ ഭാഗത്തേക്ക് പറഞ്ഞു. ആ റോഡിലെല്ലാം വലതുവശത്തൂടെ വണ്ടികൾ വളവെടുക്കുന്ന, പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ വരുന്ന വണ്ടികളും നമ്മുടെ വണ്ടികളും, കൂടുതലും തമിഴ്നാട്ടിൽ വരുന്ന വണ്ടികൾ വളരെ ഫാസ്റ്റായിട്ട് റൈറ്റ് സൈഡ് കയറി വരികയാണ്. ടേണിങ്ങിൽ ഓവർടേക്കിംഗ് ഉണ്ട്. ഈ ലൈനിനെ തീരെയും പരിഗണിക്കാതെയാണ്, ലൈനിനെ പറ്റി പരിഗണിക്കാതെ അവർ ഓടിച്ചു കയറുകയാണ്. അപ്പോൾ അത് പിടിക്കാനായിട്ടൊരു സംവിധാനം ഞങ്ങൾ ഇന്നലെ ഉച്ചയ്ക്ക് പ്ലാൻ ചെയ്തിരുന്നു. ഞങ്ങൾ മീറ്റിംഗിൽ വെച്ച് ഞങ്ങൾ പ്ലാൻ ചെയ്തതാണ്. ഇന്നത്തെ കാര്യം ദൗർഭാഗ്യകരമായി പോയി. നമ്മൾ കുറച്ചുകൂടി എൻഫോഴ്സ്മെന്റ് വാഹനങ്ങളുടെ കുറവൊക്കെ ഉണ്ട്. അപ്പോൾ വാഹനം പുതുതായി വാങ്ങുന്നുണ്ട്. ഇനി കുറച്ച് വാഹനങ്ങൾ കൂടി ലഭിക്കാനുണ്ട്. അത് ഫയലിങ്ങിന് ഫൈനാൻസിൽ ഇരിക്കുകയാണ്. അത് വന്നു കഴിഞ്ഞാൽ വാഹനമില്ലാത്തതിന്റെ ഒരു വലിയ പ്രശ്നമുണ്ട്. 15 വർഷം കഴിഞ്ഞ വാഹനങ്ങളെല്ലാം ഒതുക്കി. നമ്മളിപ്പോൾ ഉപയോഗിക്കാൻ വാഹനമില്ലാത്തൊരു നിലയിലാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ ആളില്ലാത്ത പ്രശ്നമല്ല. ഇപ്പോൾ വാഹനം അടിയന്തരമായിട്ട് ലഭ്യമാക്കണം. 20ഓളം വണ്ടികൾ ഇപ്പോൾ വാങ്ങുന്നുണ്ട്. പിന്നെ റോഡ് സേഫ്റ്റി അതോറിറ്റിയിൽ നിന്ന് ഒരു 10-25 വണ്ടിക്ക് അനുവാദം കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് 1 വർഷത്തോളമായി അനുവാദം കിട്ടിയിട്ട് പക്ഷേ ഇതുവരെ വാങ്ങിക്കാൻ പറ്റിയിട്ടില്ല.